നമ്മളെ ഫാമിൽ ഇപ്പോൾ വളമിടുന്ന പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളമിടുന്നതിന് മുമ്പ് നമ്മളെ ഇഞ്ചി, കൂവ, അതേപോലെ തന്നെ ചീര, റെഡ് ലേഡി പപ്പായ ഇതൊക്കെ ചുറ്റും വന്ന കളകളൊക്കെ പറിച്ച് കളയുന്നുണ്ട്. ഇവയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളമിടുന്നത്. അപ്പോൾ ചെറിയ മഴ കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ചീരകളൊക്കെ പുഴുക്കൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊന്നും വലിയ കീടനാശിനികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വളമായിട്ട് നമ്മൾ ചാണകപ്പൊടി, അതേപോലെ തന്നെ ജീവാമൃതം തുടങ്ങിയതൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളെ എന്താ പറയുക, സൂര്യകാന്തി, അതേപോലെ തന്നെ റെഡ് ലേഡി പപ്പായ, ഇഞ്ചി, കൂവ, അതേപോലെ തന്നെ പച്ചമുളക്, മറ്റ് പച്ചക്കറികളൊക്കെ ഇതേ രീതിയിൽ നല്ല ജൈവവളങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിൽ ഇപ്പോൾ ഒരു കിണർ കുത്തുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. റാമ്പ് കയറിയിട്ട് നമ്മൾ JCB ഉപയോഗിച്ചാണ് നമ്മളൊരു കിണർ കുത്തുന്നത്. ഏകദേശം ഒരു 15 അടിയിൽ പോയപ്പോൾ തന്നെ നമുക്ക് പാറകളൊക്കെ കിട്ടി തുടങ്ങിയിട്ട് ചെറിയ ഉറവകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20-25 അടി എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം ആണെങ്കിൽ പോലും നമ്മളെ പുൽപ്പള്ളി ഭാഗത്തൊക്കെ മഴ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡെയിലി പച്ചക്കറികൾക്കും മറ്റും വെള്ളം കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു വെള്ളത്തിനൊരു സൗകര്യം ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നല്ലൊരു കിണർ കുത്തി അതിലിപ്പോൾ കറണ്ട് കണക്ഷൻ അല്ലെങ്കിൽ പോലും നമുക്കൊരു ഡീസൽ മോട്ടറോ അല്ലെങ്കിൽ ഒരു പെട്രോൾ മോട്ടറോ ഉപയോഗിച്ചാണ് നമ്മൾ ജലസേചനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കിണർ കുത്തി നമുക്ക് ഏകദേശം ഒരു 5-10 അടിയോളം നമുക്ക് വെള്ളം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റു വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.